ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കാലിബ്രേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ എന്നിവയാണ്. അതിൽ ആദ്യമായിട്ട് കാലിബ്രേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. വൈ കാലിബ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്? കാലിബ്രേഷൻ പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട്? എല്ലാ മെഷറിംഗ് ഡിവൈസുകളുടെയും ആക്യുറസി ചലിക്കുന്ന ഭാഗത്തിൻ്റെ ഓവർ പ്രവർത്തനം മൂലം നിലവാരം കുറയുന്നു. ഇത് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് സാധാരണയുള്ള ഉപയോഗം കൊണ്ടുണ്ടാകുന്ന തേയ്മാനമാണ്. എങ്കിലും ആക്യുറസിയിലുള്ള ചേഞ്ചുകൾ ഇലക്ട്രിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷോക്ക് വഴി സംഭവിക്കാൻ കാരണമാകുകയോ അല്ലെങ്കിൽ അനിശ്ചിതമായ മാനുഫാക്ചറിംഗ് ചുറ്റുപാടിൽ ഉപയോഗിക്കുന്നതിലൂടെ ഇത് വളരെ പെട്ടെന്ന് നിലവാരം കുറയുകയോ അല്ലെങ്കിൽ വളരെ കാലം ഉപയോഗിക്കുന്നതിലൂടെയും നിലവാരം കുറയുന്നു. ബോട്ടം ലൈൻ, അതായത് കാലിബ്രേഷൻ, മെഷറിംഗ് ഡിവൈസിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യുന്നു. ആക്യുറേറ്റ് മെഷറിംഗ് ഡിവൈസുകൾ പ്രോഡക്റ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു. വെൻ ഷുഡ് യു കാലിബ്രേറ്റ് യുവർ മെഷറിംഗ് ഡിവൈസ്? നിങ്ങൾ നിങ്ങളുടെ മെഷറിംഗ് ഡിവൈസുകൾ എപ്പോഴാണ് കാലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഒരു മെഷറിംഗ് ഡിവൈസ് കാലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് ഉൽപ്പാദകൻ്റെ ശുപാർശ അനുസരിച്ച് ഏതെങ്കിലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കിന് ശേഷം പീരിയോഡിക്കലായിട്ട്, അതായത് ആനുവലി, ക്വാർട്ടർലി, മന്ത്ലി. വാട്ട് ഈസ് കാലിബ്രേഷൻ? എന്താണ് കാലിബ്രേഷൻ? ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഒരു ഹയർ ആക്യുറസിയിലുള്ളതും യുക്തിപരമായി കണ്ടുപിടിക്കാവുന്നതുമായ മാസ്റ്ററുമായി താരതമ്യം ചെയ്ത് ഡീവിയേഷനുകൾ അല്ലെങ്കിൽ എറർ കണ്ടെത്തുന്ന ഒരു സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ആയ മെത്തേഡായിട്ടാണ് കാലിബ്രേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സൂക്ഷ്മത ചെക്ക് ചെയ്യുന്നതിന് ഇത് പരിഗണിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് മെഷർമെൻറ്റിനായി ഉപയോഗിക്കുന്നതിനു വേണ്ടി വേണ്ടത്ര യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നു. ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ISS, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ഓരോ ഇൻസ്ട്രുമെൻറ്റിനു വേണ്ടി യോജിച്ച സ്റ്റാൻഡേർഡിൽ അനുവദിക്കാൻ പറ്റുന്ന അതിന് അനുവദനീയമായ എററും കൊടുക്കുന്നു. കാലിബ്രേഷൻ മിക്കവാറുമുള്ള ആഗോള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളിൽ അധികാരമുള്ളതും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ISO TS 1694-9 വേണ്ടി മെഷറിംഗ് സിസ്റ്റം അനാലിസിസ് MSA, മെഷറിംഗ് സിസ്റ്റം അനാലിസിസ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക വകുപ്പിന് കീഴിൽപ്പെടുന്നതുമാണ്. കാലിബ്രേഷൻ ഒരു അംഗീകരിക്കപ്പെട്ട ലബോറട്ടറി കൈകാര്യം ചെയ്യുകയോ സർട്ടിഫയിങ് ഏജൻസി NABL ഇന്ത്യ, അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ കാലിബ്രേഷൻ ടെസ്റ്റിംഗ് ലബോറട്ടറീസ്, നമ്മുടെ രാജ്യത്തെ അക്രഡിറ്റിംഗ് ബോഡി NABL ഇന്ത്യ ഉപയോഗപ്രദമായ വിവരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാലിബ്രേഷന് വേണ്ടിയുള്ള ഈ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ കൂടാതെ ലാബിൻ്റെ എൻവയറമെൻ്റൽ കണ്ടീഷൻ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വൈബ്രേഷനുകൾ, പ്രോപ്പർ ലൈറ്റിംഗ്, മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് മുതലായവയെ അപേക്ഷിച്ച് നിർണായകമാണ്. ഇത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് IS 199 അല്ലെങ്കിൽ NABL വിവരം കാലിബ്രേഷൻ ലാബിനു വേണ്ടിയുള്ള അത്യാവശ്യ മാനദണ്ഡങ്ങൾ ISO IEC 170235 2015 അനുസരിച്ച് ക്വാളിറ്റി സിസ്റ്റം സ്റ്റാൻഡേർഡ് QSS അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാലിബ്രേഷൻ്റെ ആവർത്തനം പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുകയും മെഷർമെൻറ്റ് പ്രക്രിയയുടെ നിർണ്ണയിക്കലുമാണ്. ഏത് മെഷറിംഗ് സിസ്റ്റത്തിനും ഏറ്റവും ആവശ്യമായത് ഒരു നല്ല കാലിബ്രേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്, പ്രിസിഷനും ആക്യുറസിയും എന്നീ രണ്ടും നിലനിർത്തുന്നതാണ്.
നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളുടെ കാലിബ്രേഷന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഇത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യുകയും മെഷർമെൻറ്റിൻ്റെ രൂപരേഖ തയ്യാറാക്കാനുള്ള കഴിവ് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. പ്രയോഗത്തിൽ, അതായത് ഔട്ട് ഓഫ് കാലിബ്രേഷൻ ആണെങ്കിൽ, കാലിബ്രേഷൻ ഡിവൈസിൻ്റെ റിപ്പയറും ഉൾപ്പെടുന്നതാണ്. കാലിബ്രേഷന് മുമ്പും ശേഷവും മെഷറിംഗ് ഡിവൈസിലെ മെഷർമെൻറ്റുകളിലുള്ള എറർ കാണിക്കുന്ന ഒരു റിപ്പോർട്ട് കാലിബ്രേഷൻ വിദഗ്ധൻ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് കാലിബ്രേഷൻ നിർവഹിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിന് നമ്മൾക്ക് ഒരു എക്സ്റ്റേണൽ മൈക്രോമീറ്റർ ഉദാഹരണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇവിടെ സ്കെയിലിൻ്റെ ആക്യുറസിയാണ് കാലിബ്രേഷൻ്റെ പ്രധാനപ്പെട്ട നിർണായക ഘടകം. കൂടാതെ ഈ ഇൻസ്ട്രുമെൻറ്റുകൾ മെഷറിംഗ് സർഫസിൻ്റെ ഫ്ലാറ്റ്നെസ്സും പാരലലിസവും മെയിൻറ്റെയിൻ ചെയ്ത് ഏറ്റവും അടുത്ത പൊസിഷനിൽ കൊണ്ടുവന്ന് സീറോ എറർ കാലിബ്രേറ്റ് ചെയ്യുന്നു. സ്കെയിലിൻ്റെ കാലിബ്രേഷന് വേണ്ടി ഒരു കാലിബ്രേറ്റഡ് സ്ലിപ്പ് ഗേജ് ഉപയോഗിക്കുന്നു. ഒരു കാലിബ്രേറ്റഡ് ഓപ്റ്റിക്കൽ ഫ്ലാറ്റ്നെസ്സും പാരലലിസവും ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. Range 0 to 25 mm. The micrometer is having least count of 0.01 mm, where it is seen in the smaller diagram 0 mm, where anvil and spindle touches together, and the maximum value of 25 mm you can see in the bigger image. And here the mean line is drawn. Above the mean line is 1 millimeter, that is MSD, and below the mean line subdivisions, which is 0.5 millimeter, and thimble divisions. Each divisions are 0.01 mm, and the locking screw is provided to lock the spindle after taking the measurements. In this picture we can understand clearly the image. First, let us focus on the threads, which are mainly helps us to take the reading. The pitch of 0.5 mm fine wheat thread is cut on the spindle, further divided through the thimble 50 divisions. The thimble divisions are 50, that is 1 by 2 into 1 by 50 is equal to 1 by 100. Hence the least count of 0.01 mm can be obtained. Here let us start calibration using the slip gauges. For the experimentations we have used Mititio 87 set slip gauge box. From that we have taken 5 millimeter slip gauge, and it is the micrometer is held in the jaw, and slip gauge is thoroughly cleaned
before usage using chamois cloth, and the slip gauge is held between anvil and the spindle, and the main scale divisions are 5. 5 into 1 is 5 mm. Subdivision and thimble divisions are 0. Hence the measurement of slip gauge coincides. You can see in the reading that 5 mm. Then second experiment we have taken to evaluate subdivisions accuracy, and 7.5 mm slip gauge is taken, one 5 mm, other 2.5 mm. The main scale division are 7 mm. You can see subdivisions of 0.5 mm, thimble divisions are 0. Hence the measurement of slip gauge is 7.5 mm, which can be seen in the image of 7 mm on the main scale division, 0.5 on the subdivision, altogether 7.5 millimeters. Then to calibrate thimble divisions, we have taken 8.91 millimeter slip gauge. Here 3 slip gauges are taken, 5, 2.5 and 1.41 millimeters. All 3 are run together in order to have proper clinging. So the slip gauges are placed between anvil and the spindle, and the readings are, you can see that main scale divisions 8, subdivisions division between 8 and 9, that is 0.5, 8 into 1 8 millimeter, 0.5 into 1 0.5 millimeter, and thimble division of 41 line is coinciding with the mean line. So 41 into 0.01 equals 0.41 millimeter. Hence the reading is 8.91 millimeter, and we can conclude that the micrometer is calibrated. The error is 0. This is the process of calibration of micrometer. Thanks for listening. Thank you. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ. ത്രെഡ് മെഷർമെൻറ്റ്, അതായത് എഫക്റ്റീവ് ഡയമീറ്റർ. ത്രെഡ് മെഷർമെൻറ്റ് യൂസിങ് സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ. സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ സ്ക്രൂ ത്രെഡുകളുടെ എഫക്റ്റീവ് ഡയമീറ്റർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ത്രെഡുകൾക്കിടയിൽ കൂടിച്ചേരുന്ന ഭാഗത്ത് ത്രെഡ് ഫ്ലാങ്കുകളുടെ ഏരിയയിൽ പിച്ച് ലൈനിൻ്റെ ചുറ്റുപാടും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ട്രാൻസ്മിഷൻ സംഭവിക്കുന്നതിനാൽ ഈ അളവ് പ്രധാനപ്പെട്ടതാണ്. ചിത്രം ഒന്ന് നോക്കുക. ഓർഡിനറി മൈക്രോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ഇതിന് വളരെ സാമ്യമുണ്ട്. പക്ഷേ ആൻവിലുകൾ ചേഞ്ച് ചെയ്യുന്നത് വഴി കൂടുതൽ സൗകര്യമുണ്ടാകുന്നു. ആൻവിലുകൾ മാറ്റിവെക്കാവുന്നവയും ത്രെഡുകളുടെ പിച്ചിൻ്റെയും പ്രൊഫൈലിൻ്റെയും വ്യത്യസ്ത ക്രമങ്ങളിലും മാറ്റാവുന്നതുമാണ്. ചിത്രം 2ഉം 3ഉം നോക്കുക. ദ 3 വയർ മെത്തേഡ്. ഈ മെത്തേഡിൽ ഒരേ ഡയമീറ്ററിലുള്ള 3 വയറുകൾ എഫക്റ്റീവ് ഡയമീറ്ററും ഫ്ലാങ്കിൻ്റെ രൂപവും ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. വയറുകൾ ഉയർന്ന നിലവാരത്തിലുള്ള ആക്യുറസി കിട്ടാനായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഉപയോഗിക്കുന്ന വയറുകളുടെ സൈസ് മെഷർ ചെയ്യേണ്ട ത്രെഡുകളുടെ പിച്ചിനെ ആശ്രയിച്ചിരിക്കുന്നു. എഫക്റ്റീവ് ഡയമീറ്റർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി 3 വയറുകൾ അനുയോജ്യമായ രീതിയിൽ ത്രെഡുകൾക്കിടയിൽ വയ്ക്കുന്നു. ചിത്രം 4 നോക്കുക. മെഷറിംഗ് വയറുകൾ ജോഡികളായി തന്നിട്ടുള്ള വയർ ഹോൾഡറുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഹോൾഡറിൽ 1 വയർ ഫിക്സ് ചെയ്യാനും മറ്റേ ഹോൾഡറിൽ 2 വയർ ഫിക്സ് ചെയ്യാനും തരപ്പെടുത്തിയിരിക്കുന്നു. ചിത്രം 5 നോക്കുക. സ്ക്രൂ ത്രെഡ് മെഷർ ചെയ്യുന്നതിന് മൈക്രോമീറ്ററിൻ്റെ സ്പിൻഡിലിൽ 1 വയർ പിടിപ്പിച്ചിരിക്കുന്ന ഹോൾഡർ ഉറപ്പിക്കുകയും 2 വയർ പിടിപ്പിച്ചിരിക്കുന്ന ഹോൾഡർ ആൻവില്ലും ഉറപ്പിച്ചിരിക്കുന്നു. ചിത്രം 6 നോക്കുക. അടുത്ത സെലക്ഷൻ ഓഫ് ബെസ്റ്റ് വയർ. ചിത്രം 7ൽ കാണിച്ചതുപോലെ ഏറ്റവും യോജിച്ച വയർ എന്നത് ത്രെഡ് ഗ്രൂവിൽ വയ്ക്കുമ്പോൾ എഫക്റ്റീവ് ഡയമീറ്ററിന് ഏറ്റവും അടുത്ത് കോണ്ടാക്റ്റ് ഉണ്ടാകും. ത്രെഡിൻ്റെ ടൈപ്പും മെഷർ ചെയ്യേണ്ട പിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് വയറിൻ്റെ സെലക്ഷൻ. വയറിൻ്റെ സെലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിലും റെഡിമെയ്ഡ് ചാർട്ടുകൾ സെലക്ഷൻ ചെയ്യുന്നതിനായി ലഭ്യമാണ്. പേജ് 91ലെ ടേബിൾ നോക്കുക.
മെഷറിംഗ് വയറുകളുടെ മെഷർമെൻറ്റ് കോഴ്സ് പിച്ചിലുള്ള മെട്രിക് ത്രെഡുകളുടെ വിവരണമാണ്. പേജ് 89 ചിത്രം 4 സഹായത്തോടു കൂടി ടേബിളിലെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുക. കൂടാതെ പേജ് 92 ടേബിൾ നോക്കുക. മെഷറിംഗ് വയറുകളുടെ മെഷർമെൻറ്റ് ഫൈൻ പിച്ചിലുള്ള മെട്രിക് ത്രെഡുകളുടെ വിവരണമാണ്. പേജ് 89 ചിത്രം 4 സഹായത്തോടു കൂടി ഈ ടേബിളിലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. Ordinary micrometer. In this video we are going to see about ordinary micrometer. Here we consider ordinary micrometer. The ordinary micrometer is quite suitable for measuring the external major diameter. It is first adjusted for appropriate cylindrical size, that is S, having the same diameter, that is approximately. This process is known as gauge setting. After taking this reading R1, the micrometer is set on the major diameter of the thread and the new reading is R2. The major diameter D is equal to S plus or minus R1 minus R2. S is equal to size of setting gauge. R1 is equal to micrometer reading over setting gauge. R2 is equal to micrometer reading over head. Bench micrometer. Now we are going to see about bench micrometer. For getting the greater accuracy, the bench micrometer is used for measuring the major diameter. In this process, the variation is measured. The instrument has a micrometer head with a vernier scale to read the accuracy of 0.002 mm. Calibrated setting cylinder having the same diameter as the major diameter of the thread to be measured is used as a setting standard. After setting the standard, the setting cylinder is held between the anvils and the reading is taken. The cylinder is replaced by the threaded workpiece and the new reading is taken. The major diameter of screw thread is equal to S plus or minus, that is R2 minus R1, where S is equal to diameter of the setting cylinder, R2 is equal to micrometer reading on screw thread, R1 is equal to micrometer reading on setting cylinder. Thread micrometer method. In this video we are going to see about thread micrometer method. The thread micrometer resembles the ordinary micrometer, but it has special contacts to suit the end screw thread form that is to be checked. In this micrometer, the end of the spindle is pointed to the V thread form with the corresponding V recess in the fixed anvil. When measuring threads, only the angle of the point and the sides of the V anvil, that is, the flanks of the threads, should come into contact with the screw thread. If correctly adjusted, the micrometer gives the pitch diameter. The value should agree with that obtained by measurement by outside diameter and pitch from the following relation. Pitch dia is equal to D minus 0.6403p, where 0.6403p is equal to depth of thread, D is equal to outside dia, P is equal to pitch. I am Santosh Gaidunkar. Today's experiment is about metrology and measurement lab, and we are discussing about to measure the effective diameter of a given screw thread of known pitch using 3-wire method. The apparatus required are screw thread specimen. This is screw thread specimen is required. 3-wire. These are the 3 wires. There are 3 wires here. Pitch gauge,
This is the pitch gauge for measuring the pitch. Floating carriage, this acts as a floating carriage. And digital micrometer, this is the digital micrometer. We have to place over this one. First, fix the micrometer over this floating carriage. Then, move the spindle till it touches the anvil. After touching the anvil, make it to origin. Double press it. It will be origin. Now values will appear now. Okay. After touching to the make it origin, double, you have to press it out. Twice you have to press. Next, place this 3 wire in between the anvil and the spindle. I will placing the 2 wire this side and 1 wire exactly opposite of this spindle. Now I will place the screw thread here. I will move it such a way that this wire should be exactly parallel to this wire. The first reading is 16 point. I will call this one as M1. M1 is equal to 16.358. Second reading, I will move the screw thread little bit above. I will do the second reading. The second reading is M2 in terms of mm here. M2 16.366 mm. Next, third reading, again I will move the screw thread little bit above. Third reading is 16.366. M3 will be 16.366. Now I have to substitute this value here. First I will find out the mean of this one. M1 is equal to 16 plus 358 plus 16.366 plus 16.366 divided by 3. The answer obtained will be 16.363 mm. 3 mm. Now substituting this formula, where E is equal to 16.363 minus 3. What is small d? Small d is here given here. It is 0. I'll remove this one. Small d, the values are given 0.620. 0.620 plus 0.866025. Pitch is nothing but 1. If you measure with the help of the pitch gauge, the distance between the two thread will be 1 mm. You have to measure with the help of this pitch gauge into 1. Calculate the answer. 16.363 minus 3 into 0.620 plus 0.866025. Answer will be 15.369 mm. This is the effective diameter of a thread. Effective diameter is nothing but these are the peaks. Here the ball used to sit in between these two peaks over this point. One more will be here. You have to measure the distance of this one. We call as an effective diameter. We call as an effective diameter, E. If we measure here from this part to this part, we call as a M. We have measured the M. With the help of this M, I will substitute here in order to measure the effective diameter. I am Santosh Gadankar. Thank you very much. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
Thank you.